ക്രമമനുസരിച്ചാണ് എഴുതുന്നത്. പുരോഹിതൻ പൗരോഹിത്യത്തിൻ്റെ ശവസംസ്കാരത്തിൻ്റെ ക്രമത്തിലുണ്ട്. ന്യായവിധി നാളിൽ പൗരോഹിത്യം പുരോഹിതനെ ന്യായവിധിക്കും. അപ്പോൾ അതുവരെ ഉണ്ട്. ന്യായവിധി എന്ന് പറയുന്ന കർത്താവ് വരുമ്പോഴും അതുവരെ ഇതൊക്കെ ഇവിടെ ഉണ്ട്. അത് കഴിയുമ്പോഴേ ഉള്ളൂ നിന്നെ ഏൽപ്പിച്ചേക്കാൻ തിരിച്ചു തന്നേക്കാൻ പറയും. പരിശുദ്ധാത്മാവാണ്. നിങ്ങൾ വോട്ട് ചെയ്തതാ, ഇവർ വോട്ട് ചെയ്താ. അച്ഛന്മാരുടെ പ്രത്യേകം 51 50+ വോട്ടും നിങ്ങളുടെ 50+ വോട്ടൊക്കെ കിട്ടി ഞങ്ങൾ ജയിച്ചതാണ്. പക്ഷേ അത് എടുക്കാൻ നിങ്ങൾ രണ്ടുപേരും കൂടെ ചേർന്നാലും പറ്റുന്നില്ല, തിരിച്ചെടുക്കാൻ. വോട്ട് തന്നെ ജയിപ്പിച്ചു. പക്ഷേ ഈ നൽവരം തന്നത് പരിശുദ്ധ റൂഹായാണ്. പട്ടമ്പളം പുസ്തകത്തിൽ എഴുതുന്ന ആദ്യത്തെ വാചകമാണ്. അതിൻ്റെ മലയാളം പറയാം. സുറിയാനി പറഞ്ഞാൽ ഇവർക്കറിയാം. അസ്രാവ് റൂഹോ കാദീശോ. അസ്രാവ് റൂഹോ കാദീശോ അറിയാമല്ലോ. ഇവരോട് പറയാം പരിശുദ്ധാത്മാവ് പട്ടം കെട്ടിയിരിക്കുന്നു. പരിശുദ്ധാത്മാവ് പട്ടം കെട്ടുന്നു. ഈ കൊടുക്കുന്ന ആൾ പറയുന്നുണ്ടോയെന്ന് പറയാം. മൺമേ ബലഹീനങ്ങളായ കഴിവുകൊണ്ട് ഇതെല്ലാം ചെയ്യുന്നു എന്ന് പറയാം. പകർന്നു കൊടുക്കുക. അപ്പോൾ ഞങ്ങൾക്ക് പകർന്നു വന്ന ഞങ്ങളുടെ പിതാക്കന്മാർ പകർന്നു. അപ്പോൾ ഇവരെയൊക്കെ എപ്പോഴും ഓർക്കണം. ഈ പ്രാതകാല സ്മരണീയൻ എന്നൊരു വാക്ക് കേട്ടിട്ടുണ്ട്. അച്ഛന്മാർ കേട്ടിട്ടില്ല. എന്നാ ഈ പ്രാതകാല സ്മരണീയൻ എന്നാ വിശേഷ തോമസ് പറയത്തില്ല. അത് ഇവർക്കൊന്ന് പറഞ്ഞു കൊടുക്കാം. പ്രാതകാല സ്മരണീയൻ എന്ന് പറഞ്ഞാലേ അതിൻ്റെ എന്തുവന്ന് അങ്ങനൊരു വാക്ക് പറയുന്നില്ലേ? ആ വാക്കിൻ്റെ അർത്ഥം എന്താ? അർത്ഥം അതിരാവിലെ എഴുന്നേൽക്കുമ്പോൾ ഉണ്ടാകുന്ന ചിന്ത. ഇനി ഇന്ന് തന്നെ നിങ്ങൾക്ക് പോയി പരിശോധിക്കാം. നല്ല ശക്തിയായിട്ട് ഇന്ന് വൈകിട്ട് പോയി കിടക്കാൻ പോകുമ്പോൾ അവസാനമായിട്ട് ഒരു ചിന്ത നിങ്ങളുടെ മനസ്സിലാണ്. നേരം വെളുത്ത് ഉണരുമ്പോൾ ആ ചിന്തയിലെ ഉണരത്തുള്ളൂ. പരീക്ഷിച്ച് വായിക്കും. ശക്തമായിട്ട് വേണം. അല്ലാതെ ചുമ്മാ എന്തെങ്കിലും ചിന്തയോട് കിടന്നാൽ മതി. പ്രാതകാല സ്മരണീയം എന്ന് പറഞ്ഞാൽ രാവിലെ ഓർക്കുന്ന അത്. പരിശുദ്ധ അത്യുസ്തുതിയം ബാബ എൻ്റെ ജീവിതത്തിലെ പ്രാതകാല സ്മരണീയനാണ്. കാരണം വൈകിട്ട് ഓർക്കുന്നയാളെ അതിരാവിലെ ഓർക്കാൻ പറ്റും അല്ലേ? അപ്പോൾ അങ്ങനെ ഉള്ള കാര്യങ്ങൾ എല്ലാം സത്യത്തോടെ നിങ്ങൾ ശ്രദ്ധിക്കണം. വിവാഹിതരായിട്ടുള്ളവരാ എല്ലാവരും അല്ലേ?